നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത രൂക്ഷം. ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും ഇപ്പോൾ നേരിട്ട് ഗൾഫ് രാജ്യങ്ങളെയാണ് ലക്ഷ്യമിടുന്നത്. അമേരിക്ക തുടർച്ചയായി 7ാം രാത്രിയും ഇറാനിൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇറാൻ ശക്തമായ തിരിച്ചടി ആരംഭിച്ചത്. റിപ്പോർട്ടുകൾ പ്രകാരം കുവൈറ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളും സമീപ പ്രദേശങ്ങളും ലക്ഷ്യമിട്ടാണ് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചത്. കുവൈറ്റിന്റെ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ പലതും തടഞ്ഞെങ്കിലും ചില നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ. കുവൈറ്റിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വൈദ്യുതി നിലയവും ജലശുദ്ധീകരണ കേന്ദ്രവും തകർന്നു. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി എല്ലാ വ്യോമയാന പ്രവർത്തനങ്ങളും നിർത്തിവച്ചതായി കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം അറിയിച്ചിരുന്നു. എന്നാൽ താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും പുനരാരംഭിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ സാധാരണ നിലയിലായതോടെയാണ് ടേക്ക് ഓഫ്, ലാൻഡിംഗ് ഉൾപ്പെടെയുള്ള ഭൂരിഭാഗം വിമാന സർവീസുകളും വീണ്ടും സാധാരണ നിലയിലാക്കിയത്. ഇന്ന് പുലർച്ചെയുണ്ടായ ഇറാൻ ആക്രമണത്തെ തുടർന്ന് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി വിമാനത്താവളത്തിലെ ടേക്ക് ഓഫ്, ലാൻഡിംഗ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി കുവൈറ്റ് എയർവേസിന്റെ ഭൂരിഭാഗം സർവീസുകളും പുനഃക്രമീകരിച്ചുവെന്ന് അധികൃതർ അറിയിച്ചു. സുരക്ഷാ വിലയിരുത്തലുകൾ പൂർത്തിയാക്കി സാഹചര്യം നിയന്ത്രണ വിധേയമായതിനെ തുടർന്ന് വിമാനത്താവളത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും പുനരാരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ സഹകരിച്ച യാത്രക്കാർക്കും വിമാന കമ്പനികൾക്കും ബന്ധപ്പെട്ട എല്ലാ ഏജൻസികൾക്കും അധികൃതർ നന്ദി രേഖപ്പെടുത്തി. കുവൈറ്റിൽ അമേരിക്കയുടെ പ്രധാന സൈനിക സാന്നിധ്യമുണ്ട്. ക്യാമ്പ് അരിഫ് ജാൻ, അലി അൽ സലേം എയർബേസ് ഇവ അമേരിക്കയുടെ പ്രധാന സൈനിക കേന്ദ്രങ്ങളാണ്. ഈ കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ശനിയാഴ്ച പുലർച്ചെ മുതൽ കുവൈറ്റിലുടനീളം വ്യോമാക്രമണ സൈറണുകൾ ആവർത്തിച്ചു മുഴങ്ങി. ഇറാനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈലുകൾ കുവൈറ്റ് വ്യോമാതിർത്തി ലംഘിച്ചിരുന്നു. ഇത് താമസക്കാർക്ക് അഭയം തേടാനും വീടിനുള്ളിൽ തന്നെ തുടരാനും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇടവിട്ട് ഉണ്ടാകുന്ന ഭീഷണികളെ പ്രതിരോധിക്കാൻ രാജ്യം സജ്ജമാണെന്നും അധികൃതർ വ്യക്തമാക്കി. ആക്രമണത്തിന് പിന്നാലെ കുവൈറ്റിലെ അരിഫ് ജാൻ ഗ്രൗണ്ട് ഫോഴ്സ് സപ്പോർട്ട് സെന്ററിനെ ലക്ഷ്യമിട്ടതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് സ്ഥിരീകരിച്ചു. ഓപ്പറേഷൻ നാസർ 2വിന്റെ ഭാഗമായി ഈ കേന്ദ്രത്തിൽ നിലയുറപ്പിച്ചിരുന്ന നിരവധി US സൈനികരെ സൈന്യം വധിച്ചതായും IRGC അവകാശപ്പെട്ടു. കുവൈറ്റിലെ US അലി അൽ സലേം ബേസിലെ റഡാർ സംവിധാനങ്ങളെ നിർവീര്യമാക്കുന്നതിനായി ഡ്രോൺ ആക്രമണം നടത്തിയതായും IRGC പറഞ്ഞു. കുവൈറ്റിലെ അൽ അഹമ്മദി തുറമുഖത്ത് സ്ഥിതി ചെയ്യുന്ന US നാവികസേനയുടെ ഇന്ധന പിന്തുണ പിയറിന് നേരെ തങ്ങളുടെ യൂണിറ്റുകൾ ഡ്രോണുകളും മിസൈലുകളും വിന്യസിച്ചിട്ടുണ്ടെന്ന് അവർ വ്യക്തമാക്കി. കൂടാതെ രാജ്യത്തെ US സിഗ്നലിംഗ്, ആശയവിനിമയ കേന്ദ്രം എന്നിവ തുടച്ചു നീക്കിയതായുമാണ് അവർ അവകാശപ്പെടുന്നത്. വൈദ്യുതി ജല ഡീസലിനൈസേഷൻ പ്ലാന്റിൽ തീപിടുത്തം. ഇറാനിയൻ മിസൈൽ ആക്രമണത്തിൽ കുവൈറ്റിലെ വൈദ്യുതി ജല ഡീസലിനൈസേഷൻ പ്ലാന്റിൽ തീപിടുത്തമുണ്ടായതായി വൈദ്യുതി ജല പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം സ്ഥിരീകരിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. പ്ലാന്റിന്റെയും തൊഴിലാളികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നിരവധി മുൻകരുതലുകൾ എടുത്തതായും മന്ത്രാലയം പറഞ്ഞു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി വൈദ്യുതി ഗ്രിഡിന്റെ സ്ഥിരത ഉറപ്പാക്കുന്നതിനായി നിരവധി ജനറേറ്റിംഗ് യൂണിറ്റുകൾ വിച്ഛേദിച്ചതായി അവർ പറഞ്ഞു. അടിസ്ഥാന സൗകര്യ നാശനഷ്ടങ്ങളുടെ ആഘാതം ലഘൂകരിക്കുന്നതിനായി അടിയന്തര സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു. സംഭവം നടന്നയുടനെ എല്ലാ പ്രവർത്തന അടിയന്തര പദ്ധതികളും സജീവമാക്കിയതായാണ് മന്ത്രാലയം സ്ഥിരീകരിച്ചത്. വൈദ്യുതി ജല ശൃംഖലകളുടെ തുടർച്ചയും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനായി മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. സാങ്കേതികവും പ്രവർത്തനപരവുമായ നിരീക്ഷണം ദിവസം മുഴുവനും തുടരും, മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇതേസമയം ഇറാനിൽ ആക്രമണം കടുപ്പിച്ച US ആക്രമണത്തിൽ 38 പേർ കൊല്ലപ്പെടുകയും 400-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ചബഹാറിലെ ഷാഹിദ് കമലന്ദാരി തുറമുഖത്തെ പാലങ്ങൾ, വൈദ്യുതി നിലയങ്ങൾ തുടങ്ങി സാധാരണക്കാരെ ആശങ്കയാക്കുന്ന തരത്തിലുള്ള ആക്രമണമാണ് US അഴിച്ചുവിടുന്നതെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമോസ്ഗാൻ, ബുഷെഹർ, സിസ്റ്റാൻ, ബലൂചിസ്ഥാൻ, ഖുസൈസ്ഥാൻ, ലോറേസ്ഥാൻ എന്നിവിടങ്ങളിൽ വ്യാഴാഴ്ച മുതൽ ആക്രമണം തുടരുന്നു. ഇവിടെ മാത്രം 4 പേർ കൊല്ലപ്പെടുകയും 47 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മരിച്ചവരിൽ 3 പേർ സ്ത്രീകളും 1 കുട്ടിയും ഉണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ചബഹാറിലെ ഷാഹിദ് കലന്ദാരി തുറമുഖത്തെ ടവറും ആക്രമണത്തിൽ തകർന്നു. എന്നാൽ തുറമുഖത്ത് നിലവിൽ ചരക്ക് നീക്കം അടക്കമുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. സ്ഥലത്ത് ആളപായമൊന്നുമില്ല. ഷാഹിദ് കലന്ദാരി തുറമുഖത്തെ വാച്ചിംഗ് ടവർ വിജയകരമായി നശിപ്പിച്ചുവെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഒമാൻ ഉൾക്കടലിൽ, പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള വാണിജ്യ ഷിപ്പിംഗ് നിരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു.
അതേസമയം സ്ഥലത്ത് നാശനഷ്ടങ്ങൾ വിലയിരുത്താനും പ്രദേശത്ത് സുരക്ഷയൊരുക്കാനും തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം പുനരാരംഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്ന് ഇറാനിയൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം ചരക്ക് ലോഡിംഗ്, അൺലോഡിംഗ് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും. ഖമീർ കൗണ്ടിയിലെ 6 പാലങ്ങൾ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിലുണ്ടായ US ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ഹോർമോസ്ഗാൻ പ്രവിശ്യയിലെ അധികാരികൾ പറഞ്ഞു. ആക്രമണങ്ങളിൽ 7 പേർ കൊല്ലപ്പെടുകയും 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഹോർമോസ്ഗാൻ ഗവർണറുടെ ഓഫീസ് അറിയിച്ചു. ബന്ദർ അബ്ബാസ്, ബന്ദർ ഖമീർ, ലാർ എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഗതാഗത മാർഗങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുവെന്ന് റിപ്പോർട്ട് പറയുന്നു. ബന്ദർ അബ്ബാസ് നഗരത്തിലും വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായതെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജനവാസ മേഖലയിൽ ഉണ്ടായ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ബുഷേർ പ്രവിശ്യയിൽ 2 ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായും ഒരാൾക്ക് പരിക്കേറ്റതായും ഗവർണർ മുഹമ്മദ് മൊസഫാരി പറഞ്ഞു. ഖുസെസ്താനിൽ അഖ്വാസിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ US സൈന്യം ലക്ഷ്യമിട്ടതായും നാശനഷ്ടത്തിന്റെ വ്യാപ്തി അധികൃതർ വിലയിരുത്തുന്നുണ്ടെന്നും ഡെപ്യൂട്ടി ഗവർണർ വലിയുള്ള ഹയാതി പറഞ്ഞു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ക്യാൻസർ ചികിത്സാ ആശുപത്രിയായ ഷാഹിദ് ബഗായിലെ രോഗികളെ താൽക്കാലികമായി ഒഴിപ്പിച്ചു. പടിഞ്ഞാറൻ ഇറാനിലെ ലോറെസ്ഥാനിലും ആക്രമണമുണ്ടായിട്ടുണ്ട്. തീരദേശ നിരീക്ഷണ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സൈറ്റുകൾ, ലോജിസ്റ്റിക്സ് ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ ആക്രമണത്തിൽ തകർന്നു. ഇവിടെ 1-ലധികം തവണ ആക്രമണമുണ്ടായതായാണ് റിപ്പോർട്ട്. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് US ആക്രമണമെന്ന് ഇറാൻ പറഞ്ഞു. അതേസമയം ഇറാന്റെ സൈനിക ശേഷി ഇല്ലാതാക്കാനും തങ്ങളുടെ രാജ്യത്തിനെതിരെയുള്ള ഭീഷണികൾ ഇല്ലാതാക്കാനുമുള്ള ശ്രമങ്ങൾ വിജയകരമാണെന്ന് വാഷിംഗ്ടൺ പറഞ്ഞു. ഇസ്രയേലിലേക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന കൂടുതൽ വിമാനങ്ങൾ അയക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. നേരത്തെ വൈറ്റ് ഹൗസിൽ നടന്ന യോഗത്തിൽ പുതിയ സൈനിക പദ്ധതികൾ ട്രംപിന് മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ വിന്യാസത്തിനുള്ള നീക്കം. നിലവിൽ ടെല്ലവീവിന് സമീപമുള്ള ബെൻഗൂറിയൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 30ഓളം റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റുകൾ ഉണ്ട്. ഇസ്രയേലിന്റെ തെക്ക് ഭാഗത്തുള്ള റാമോൺ വിമാനത്താവളത്തിലും ഇത്രയും വിമാനങ്ങളാണ് ഉള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വിമാനങ്ങൾ വിന്യസിക്കാൻ അമേരിക്ക തയ്യാറെടുക്കും എന്നാണ് ഇസ്രയേലി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. ഈ വിമാനങ്ങളെ സ്വീകരിക്കാൻ ഇസ്രയേൽ സർക്കാരിനോട് US ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആയിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. മേഖലയിലെ മറ്റ് താവളങ്ങളെ അപേക്ഷിച്ച് ബെൻഗൂറിയൻ വിമാനത്താവളം ഇറാൻ ആക്രമണ ഭീഷണി കുറവായതിനാൽ അവിടെ നിന്ന് വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാനാണ് US സൈന്യത്തിന് താൽപ്പര്യം. ഹോർമോസ് കടലിടുക്കിന് ചുറ്റും നടത്തുന്ന ആക്രമണങ്ങൾക്കപ്പുറം ഇറാനിലെ സുപ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെയും ആണവ കേന്ദ്രങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്ന രീതിയിൽ സൈനിക നീക്കം വിപുലീകരിക്കാനാണ് പരിഗണനയിലുള്ളത്. ട്രംപ് ഇതുവരെ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ സൈനിക നടപടികൾ ശക്തമാക്കാൻ സാധ്യതയുണ്ടെന്ന് US ഇസ്രയേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു. ഇറാനിലെ വൈദ്യുത നിലയങ്ങൾ, ആണവ കേന്ദ്രങ്ങൾ എന്നിവ ആക്രമിക്കുന്നതും പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ആണവ ഇന്ധന ശേഖരം ഭൂഗർഭ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത് തടയുകയാണ് ലക്ഷ്യം. ഇതിനൊപ്പം നിർമ്മാണത്തിലിരിക്കുന്നതെന്ന് സംശയിക്കുന്ന പിക്കാക്സ് മൗണ്ടൻ എന്ന ഭൂഗർഭ കേന്ദ്രവും ആക്രമണ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ടേക്കാം എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. ഹോർമോസ് കടലിടുക്ക് വീണ്ടും തുറക്കാനും ആണവ വിഷയത്തിൽ ആവശ്യങ്ങൾ അംഗീകരിക്കാനും ഇറാനെ നിർബന്ധിതരാക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ട്രംപ് തയ്യാറെടുക്കുന്നു എന്നാണ് സൂചന. അതേസമയം അടുത്ത നീക്കത്തെക്കുറിച്ച് ട്രംപ് വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കിയോ റൂബിയോ, ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ എന്നിവരുമായി ചർച്ച നടത്തിവരികയാണെന്ന് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തു. മലയാളി വാർത്ത ഇൻസൈഡ്.